കാസർഗോഡ് അനധികൃതമായി പടക്കം പൊട്ടിച്ചതിനും ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും കേസ്. ഗണേശ ഉത്സവത്തിന്റെയും നബിദിനത്തിന്റെയും ഭാഗമായി നടന്ന ഘോഷയാത്രയിലാണ് നിയമലംഘനങ്ങൾ നടന്നത്. കാസർഗോഡ് 300 പേർക്കെതിരെയും കാഞ്ഞങ്ങാട് 200 പേർക്കെതിരെയുമാണ് കേസെടുത്തത്. മാണിക്കോത്ത് ആറങ്ങാടി ജമാഅത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിക്കിടെയാണ് റോഡ് തടസ്സപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:30 മണി വരെ നടത്തിയ റാലിക്കിടയിൽ കോട്ടച്ചേരി ട്രാഫിക് ജംഗ്ഷനിൽ വലിയ ഗതാഗത തടസ്സമാണ് ഉണ്ടായത്. ഹുസ്ദുർ പോലീസ് ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ പരാതിയിലാണ് കേസെടുത്തത്. കാസർഗോഡ് നടന്ന ഗണേശോത്സവ ഘോഷയാത്രയ്ക്കിടയിൽ ഉഗ്രശബ്ദത്തിലുള്ള പടക്കം പൊട്ടിച്ചതിനും പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. മല്ലികാർജ്ജുന ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്ര കാസർഗോഡ് KSRTC ഡിപ്പോയ്ക്ക് മുന്നിലെത്തിയപ്പോൾ പൊതുഗതാഗതം തടസ്സപ്പെടുത്തുകയായിരുന്നു. മതിയായ സുരക്ഷാ മാർഗങ്ങൾ എടുക്കാതെ ഉഗ്രശബ്ദത്തിലുള്ള പടക്കങ്ങൾ പൊട്ടിക്കുകയും ചെയ്തുവെന്ന് കാസർഗോഡ് ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. ആഘോഷവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് നിയമലംഘനങ്ങൾ. നിലവിൽ 2 ഇടങ്ങളിലായി 500 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.